ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പനീർ ബുർജിയാണ് കേട്ടോ. എഗ് ബുർജി എല്ലാവരും കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പനീർ ബുർജി ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിതാ ഈ ഒരു വലിയ കഷ്ണം പനീറാണ് എടുക്കുന്നത്. അത് ഞാൻ ഈ ഒരു ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു പനീർ ഫുള്ള് ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എടുക്കാം. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ എഗ് ബുർജി ഉണ്ടാക്കുമ്പോൾ അതിലെന്തൊക്കെ ഇടാറുണ്ടോ അത്രയും സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ഒരു വലിയ സവോള, അതുപോലെ തന്നെ ഒരു തക്കാളി, കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ്, പിന്നെ ഇതാ പച്ചമുളകും. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിലാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പനീറൊക്കെ കുക്ക് ചെയ്യാൻ വെളിച്ചെണ്ണേനേക്കാൾ ബെറ്റർ സൺഫ്ലവർ ഓയിലാട്ടോ. ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ നല്ലത് അതാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിലേക്ക് ഇതാ ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു. ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ബാക്കി എല്ലാ പച്ചക്കറികളും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഓൾറെഡി നമ്മൾ ഇട്ടതാണ്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഇടണ്ട, അപ്പോൾ സ്പൈസി ഒരുപാടായി പോവും. അതിന് ശേഷം നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടല്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പനീർ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം. കാരണം പനീർ ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡായി പോവും. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോക്കെന്നൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല എല്ലാത്തിലും മിക്സായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം കേട്ടോ. ഇനി അത്ര പരിപാടിയേ ഉള്ളൂ. നമ്മുടെ പനീർ ബുർജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.